ഈസ്റ്റർ ദിനത്തിൽ തൃശൂർ പുത്തൻപള്ളിയിൽ സന്ദർശനം നടത്തി നമ്മുടെ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി. വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥനയിലും മന്ത്രി പങ്കെടുത്തു. മറ്റ് ദേവാലയങ്ങളും സന്ദർശിക്കുന്ന മന്ത്രി വൈദികരുമായും കൂടിക്കാഴ്ച നടത്തി. നമുക്ക് ആദ്യം ആ കാഴ്ചകൾ കാണാം. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം, അത് അദ്ദേഹം ഇപ്പോഴും പള്ളിയിൽ തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈസ്റ്റർ ദിനത്തിൽ തൃശ്ശൂരിലെ വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് അദ്ദേഹം തൃശ്ശൂർ പുത്തൻപള്ളിയിൽ എത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേവാലയം ഉള്ളതാണ് പുത്തൻപള്ളിയുടെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ഉയരമുള്ള പള്ളി എന്നുള്ളതും ഏഷ്യയിലെ 3ാമത്തെ പള്ളി എന്നുള്ളതുമൊക്കെ പുത്തൻപള്ളിയുടെ പ്രത്യേകതയാണ്. ബസലിക്ക ഓഫ് ഓവർ ലേഡി ഓഫ് ഡോളേഴ്സ് എന്ന പേരിലാണ് സിറോ മലബാർ സഭയ്ക്ക് കീഴിൽ ഉള്ള പള്ളി അറിയപ്പെടുന്നത്. അദ്ദേഹം രാവിലെ തന്നെ സുരേഷ് ഗോപി പള്ളിയിൽ എത്തുകയും വിശ്വാസികളുമായി അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥന ആദ്യ കുർബാനയിൽ തന്നെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അവരുമായി ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് ഒല്ലൂരിലേക്ക് പോയിട്ടുള്ളത്. അവിടെയും ഒല്ലൂരിലടക്കമുള്ള പള്ളികളിൽ അദ്ദേഹം സന്ദർശനം നടത്തും, പ്രാർത്ഥനകളിൽ പങ്കുചേരും. ഉച്ചയോടുകൂടി വിവിധ ബിഷപ്പുമാരുമായി സംസാരിക്കുകയും അവരുടെ ഈസ്റ്റർ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. മന്ത്രിക്കൊപ്പം BJP നേതാക്കൾ, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും മറ്റുമെല്ലാം മുഴുവൻ സമയം ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ തൃശൂർ നിന്ന്. ഈസ്റ്റർ ദിനത്തിൽ തൃശൂർ പുത്തൻപള്ളിയിൽ സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മറ്റ് ദേവാലയങ്ങളിലെ സന്ദർശനവും തുടരുകയാണ്.